ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഈ വിവാദമുണ്ടല്ലോ, ആ വിവാദം കോൺഗ്രസിന് തിരിച്ചടിയാകാൻ പോകുന്നു. ആ വിവാദം പ്രതിപക്ഷത്തെ തിരിഞ്ഞു കൊത്താൻ പോകുന്നു. അതിനാവശ്യമായ തന്ത്രങ്ങൾ അണിയറയിൽ രൂപപ്പെട്ടു വന്നുകൊണ്ടിരിക്കുകയാണ്. നോക്കൂ, നമുക്കിന്ന് അറിയുന്നത് പോലെ തന്നെ ദേവസ്വം വിജിലൻസ് ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട അവരുടെ അന്വേഷണ റിപ്പോർട്ട് മുദ്രവെച്ചൊരു കവറിൽ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഹൈക്കോടതി അതുമായി ബന്ധപ്പെട്ട് ചില നിരീക്ഷണങ്ങളും നടത്തിയിട്ടുണ്ട്. നമ്മൾ ആദ്യം കേട്ടത് 4 കിലോ സ്വർണം നഷ്ടപ്പെട്ടു എന്നാണ്, പിന്നീട് കേട്ടത് 1.5 കിലോ സ്വർണം നഷ്ടപ്പെട്ടു എന്നാണ്. ഇന്നിപ്പോൾ ഹൈക്കോടതി അക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തിയിട്ടുണ്ട്. കേവലം 475 ഗ്രാം സ്വർണ്ണമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ആ അർത്ഥത്തിൽ 60 പവൻ എന്ന് പറയാം, അല്ലെങ്കിൽ 1/2 കിലോ സ്വർണം ശബരിമലയിൽ നിന്ന് മോഷണം പോയിരിക്കുന്നു എന്ന് ഒരു വ്യക്തത ഇന്ന് ഉണ്ടായിട്ടുണ്ട്. അത് മാത്രവുമല്ല, 2019 സ്വർണ്ണപ്പാളികൾ കൈമാറ്റം ചെയ്യപ്പെട്ടത് സംശയാസ്പദമായ സാഹചര്യത്തിലാണ് എന്നുകൂടി ഹൈക്കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. അന്ന് 2019 ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ പറയുന്ന സ്വർണ്ണപ്പാളികൾ കൈമാറ്റം ചെയ്യുമ്പോൾ ഒരു മഹസർ തയ്യാറാക്കപ്പെട്ടിട്ടുണ്ട്. ആ മഹസറിൽ ആരൊക്കെ ഒപ്പുവെച്ചിട്ടുണ്ട് എന്ന കാര്യവും ഇന്ന് വ്യക്തമായിട്ടുണ്ട്. അതിൽ ശബരിമലയിലെ തന്ത്രി ഒപ്പുവെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ മേൽശാന്തി ഒപ്പുവെച്ചിട്ടുണ്ട്, ഉദ്യോഗസ്ഥർ ഒപ്പുവെച്ചിട്ടുണ്ട്. ആ ഉദ്യോഗസ്ഥരിൽ ചില പേരുകളും നമുക്കിപ്പോൾ അറിയാം. മുരാരി ബാബു, രാജീവ്, സുൽകുമാർ തുടങ്ങിയിട്ടുള്ള ഉദ്യോഗസ്ഥരാണ് അതിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം ശബരിമല തന്ത്രി ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തിയിട്ടുണ്ട്. അദ്ദേഹം ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്, ഈ പറയുന്ന സ്വർണ്ണപ്പാളികളുടെ ഒളിമങ്ങി എന്ന് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തോട് പറഞ്ഞു. അത് പൂശണം എന്ന് പറഞ്ഞു, സ്വർണം പൂശാൻ അനുമതി വേണം എന്ന് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ ആ സ്വർണം പൂശുന്നതിന് താൻ അനുമതി നൽകിയിട്ടുണ്ട് എന്നാണ് തന്ത്രി പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഈ സ്വർണ്ണപ്പാളികൾ പുറത്തേക്ക് കൊണ്ടുപോകും എന്ന് തനിക്ക് അറിയില്ലായിരുന്നു, അതിനൊരു അനുമതി താൻ നൽകിയിട്ടില്ല, അതിന് താൻ അനുമതി നൽകേണ്ട ആവശ്യമില്ല എന്നാണ് തന്ത്രി പറഞ്ഞിരിക്കുന്നത്. കാരണം ഈ പറയുന്ന ശബരിമലയിലെ താന്ത്രികാചാരങ്ങളിൽ മാത്രമാണ് തന്ത്രിക്ക് അധികാരമുള്ളത്, ബാക്കി എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസേഴ്സ് ആണ്. അപ്പൊ ഈ രീതിയിലുള്ള ഒരു വിശദീകരണമാണ് തന്ത്രി പറഞ്ഞിരിക്കുന്നത്. ആ വിശദീകരണം നമുക്ക് മുഖവിലേക്ക് എടുക്കാം. അപ്പോൾ ഈ പറയുന്ന മഹസറിൽ ഒപ്പിട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥരാണല്ലോ ഇക്കാര്യത്തിൽ പിന്നെ പ്രധാന പ്രതികളായിട്ട് വരുന്നത്. അതിലെ പ്രധാനി ആരായിരുന്നു? എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ടുള്ള മുരാരി ബാബു ആയിരുന്നു. മുരാരി ബാബുവിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസമാണ് കേൾക്കുന്നത്. 2 ദിവസം മുമ്പ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഈ മുരാരി ബാബു ഒരു വളരെ പ്രധാനപ്പെട്ട ആളാണ് കേട്ടോ ദേവസ്വം ബോർഡിൽ. കാരണം ഇദ്ദേഹത്തിനെതിരായിട്ട് ഒരു ഡൊമസ്റ്റിക് എൻക്വയറി നേരത്തെ തന്നെ ദേവസ്വം ബോർഡ് നടത്തിയിട്ടുണ്ട്. ഏറ്റുമാനൂർ അമ്പലത്തിൽ ഇദ്ദേഹം ഉദ്യോഗസ്ഥനായിരുന്നു. ആ സമയത്ത് അവിടുത്തെ ശ്രീകോവിലിൽ ഒരു തീപിടുത്തമുണ്ടായി. അവിടുത്തെ രുദ്രാക്ഷമാല നഷ്ടപ്പെട്ടു. അത് ആരെയും അറിയിക്കാതെ രഹസ്യമായി മറ്റൊരു രുദ്രാക്ഷമാല അവിടെ സ്ഥാപിക്കപ്പെട്ടു. അതുമായി ബന്ധപ്പെട്ട ഒരു ഡൊമസ്റ്റിക് എൻക്വയറി ഉണ്ടായി. അന്ന് അവിടെ ഓഫീസറായിരുന്ന മുരാരി ബാബുവിനെതിരായിട്ടൊരു നടപടിയും ഉണ്ടായില്ല. എന്നു മാത്രവുമല്ല, അദ്ദേഹത്തിന് പ്രൊമോഷൻ നൽകുകയാണ് ദേവസ്വം ബോർഡ് ചെയ്തത്. ആ അർത്ഥത്തിലൊക്കെ ദേവസ്വം ബോർഡിന് വളരെ പ്രിയപ്പെട്ടയാളാണ് മുരാരി ബാബു. ഇപ്പൊ ഈ പറയുന്ന 2025 ഈ സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുക്കുമ്പോഴും എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ട് മുരാരി ബാബു ആ സന്നിധാനത്തുണ്ട്. 2019 മഹസർ തയ്യാറാക്കിയത് മുരാരി ബാബുവാണ്. 2025 ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി മഹസർ തയ്യാറാക്കിയത് ഇതേ മുരാരി ബാബു തന്നെയാണ് എന്നത് നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണല്ലോ. അതൊട്ടും തന്നെ യാദൃശ്യമല്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നോക്കൂ, ഈ പറയുന്ന മുരാരി ബാബു എല്ലാ ചട്ടങ്ങളും ലംഘിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതിന് ദേവസ്വം ബോർഡിൽ ഒരു സംശയം ഉണ്ടാകേണ്ട കാര്യമില്ല. കാരണം 2023 ഹൈക്കോടതിയുടെ ഒരു വിധിയുണ്ട്. ശബരിമലയിൽ നിന്ന് ഒരു കാര്യവും ഒരു വസ്തുവും പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്നാണ് ഹൈക്കോടതി വിധിയുള്ളത്. അപ്പോഴാണ് ഈ എക്സിക്യൂട്ടീവ് ഓഫീസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം ഈ സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിട്ടത്. അത് തന്നെ ചട്ടലംഘനമാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് സസ്പെൻഡ് ചെയ്യാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അത് മാത്രവുമല്ല, ഹൈക്കോടതി ഒരു സ്പെഷ്യൽ കമ്മീഷണറെ അവിടെ നിയോഗിച്ചിട്ടുണ്ട് ശബരിമലയിൽ. അദ്ദേഹത്തിനോട് പറയാതെയാണ് ഈ പറയുന്ന സ്വർണ്ണപ്പാളികളെല്ലാം മുരാരി ബാബു ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൈമാറിയത്. അതും ചട്ടലംഘനമാണ്. അത് കണ്ടെത്തിക്കൊണ്ട് ദേവസ്വം ബോർഡിന് സസ്പെൻഡ് ചെയ്യാമായിരുന്നു. നിയമസഭയ്ക്കകത്ത് വലിയ ബഹളമുണ്ടാകുന്നു. ഈ സംസ്ഥാനത്തിന്റെ പല സ്ഥലങ്ങളിലും തെരുവുകളിൽ പ്രക്ഷോഭം ഉണ്ടാകുന്നു. ആ പ്രക്ഷോഭങ്ങളും ബഹളങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴും മുരാരി ബാബു ദേവസ്വം ബോർഡിൽ സുഖകരമായി തുടരുകയായിരുന്നു. ഈ 2 ദിവസം മുമ്പാണ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തത്. അതാണ് ദേവസ്വം ബോർഡിന് മുരാരി ബാബുവിനോടുള്ള പ്രത്യേക കരുതൽ എന്ന് പറയുന്നത്. ഈ മുരാരി ബാബുവിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് പ്രത്യേക കരുതലുണ്ട്. അതുകൊണ്ടാണ് 2019 സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിട്ടപ്പോൾ അത് ചെമ്പുപാളികൾ എന്ന് മഹസറിൽ രേഖപ്പെടുത്തിയത്. ഏതായാലും ഇപ്പോൾ നമ്മുടെ മുമ്പിൽ 2 പ്രതികളുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമുണ്ട്, മുരാരി ബാബുവുമുണ്ട്. ഇനിയിപ്പോൾ ഈ അന്വേഷണം എങ്ങോട്ട് നീങ്ങും എന്നുള്ളതാണല്ലോ ആകാംക്ഷ ഉണ്ടാക്കുന്നൊരു കാര്യം. അതിൽ തന്നെ ദേവസ്വം ബോർഡ് ഈ കാര്യത്തിൽ പ്രതിചേർക്കപ്പെടുമോ എന്നതും കേരളം ആകാംക്ഷയോടുകൂടി നോക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ദേവസ്വം ബോർഡിന് ഒരു കുഴപ്പവും സംഭവിക്കാൻ പോകുന്നില്ല. അത്തരത്തിലൊരു റിപ്പോർട്ടാണ് ഇന്ന് ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. എന്താണ് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത്? നോക്കൂ, ഈ പറയുന്ന സ്വർണ്ണപ്പാളികൾ പുറത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ ദേവസ്വം ബോർഡ് യോഗം ചേർന്ന് ഒരു ഉത്തരവിറക്കേണ്ടതുണ്ട്. അത്തരത്തിൽ ഒരു തീരുമാനം ദേവസ്വം ബോർഡ് എടുത്തിട്ടില്ല എന്നാണ് ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തൽ. 2019 എല്ലാ മിനിറ്റ്സും ദേവസ്വം ബോർഡിന്റെ യോഗം നടത്തിയിട്ടുള്ള എല്ലാ മിനിറ്റ്സും പരിശോധിച്ചു വിജിലൻസ്. ആ വിജിലൻസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് 1 മിനിറ്റ്സിൽ പോലും ഈ പറയുന്ന സ്വർണ്ണപ്പാളികൾ പുറത്തേക്ക് കൊണ്ടുപോകാനായിട്ട് ദേവസ്വം ബോർഡ് തീരുമാനമെടുത്തിട്ടില്ല, അങ്ങനെ ഒരു അനുമതിയും കൊടുത്തിട്ടില്ല എന്നാണ്. ഇന്നിപ്പോൾ അന്നത്തെ പ്രസിഡന്റായിരുന്ന പത്മകുമാറും ആ കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം എന്താ
പറഞ്ഞിരിക്കുന്നത്, ഞാനൊരു ഉത്തരവിറക്കിയിട്ടുണ്ട്. ആ ഉത്തരവെന്ന് പറയുന്നത് ഈ പറയുന്ന സ്വർണ്ണപ്പാളികളിൽ സ്വർണം പൂശണം എന്ന് തന്നെയാണ്. അത് ബാംഗ്ലൂരിലെ വ്യവസായിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകാം. പക്ഷേ അത് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിലായിരിക്കണം സംഭവിക്കേണ്ടത് എന്നുകൂടി ആ ഉത്തരവിൽ താൻ എഴുതിയിട്ടുണ്ട്. ആ വാക്കുകൾ പോലും ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് എന്നാണ് പത്മകുമാർ പറയുന്നത്. അത് പുറത്തേക്ക് കൊണ്ടുപോകാൻ പത്മകുമാർ ഉത്തരവിട്ടിട്ടില്ല. അപ്പൊ പിന്നെ ആ കുഴപ്പം സംഭവിച്ചിരിക്കുന്നത് എവിടെയാണ്? അത് ഉദ്യോഗസ്ഥരുടെ തലത്തിലാണ്. സെക്രട്ടറിയാണ് ഈ ഉത്തരവിറക്കിയിരിക്കുന്നത്. അതിന് തൊട്ടു പിന്നാലെ തിരുവാഭരണം കമ്മീഷണറുടെ പ്രൊസീഡിംഗ്സും ഉണ്ട്. ആ രണ്ട് ഉത്തരവുകളിലും പറയുന്നത് ഇത് പുറത്തേക്ക് കൊണ്ടുപോകാമെന്നാണ്. അങ്ങനെയാണെങ്കിൽ ബോർഡ് എടുക്കാത്തൊരു തീരുമാനം ഒരു ഉത്തരവിലൂടെ നടപ്പാക്കാൻ ശ്രമിച്ചത് ഉദ്യോഗസ്ഥരാണ്. അത്തരത്തിൽ ഉദ്യോഗസ്ഥരെടുത്തൊരു തീരുമാനം ബോർഡിന്റെ ഉത്തരവാക്കി മാറ്റുകയാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരു കണ്ടെത്തലാണ് ഇപ്പോൾ ദേവസ്വം വിജിലൻസ് നടത്തിയിരിക്കുന്നത്. നോക്കൂ, ബോർഡ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല എങ്കിൽ പിന്നെ അക്കാര്യത്തിൽ ബോർഡിനെ എങ്ങനെ കുറ്റപ്പെടുത്താനാകും? ബോർഡിനെ എങ്ങനെ പ്രതിയാക്കാനാകും? ഒരു കാരണവശാലും അത് സാധ്യമല്ല. ആ അർത്ഥത്തിൽ ദേവസ്വം വിജിലൻസിന്റെ ഈ റിപ്പോർട്ട് ശരിയാണ് എങ്കിൽ ദേവസ്വം ബോർഡ് ഇക്കാര്യത്തിൽ ഒരു വീഴ്ച വരുത്തിയിട്ടില്ല എന്ന് തന്നെയാകും 6 ആഴ്ചയ്ക്ക് ശേഷം പുറത്തു വരാനിരിക്കുന്ന റിപ്പോർട്ട്. ദേവസ്വം ബോർഡ് ഒരു വീഴ്ച വരുത്തിയിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്താൻ കഴിയുക? അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് സംസ്ഥാന സർക്കാരിനെ ഈ വിഷയത്തിൽ കുറ്റപ്പെടുത്താൻ കഴിയില്ല. കാരണം എന്താ പറയുക, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലും കൊച്ചി ദേവസ്വം ബോർഡിലും സംസ്ഥാന സർക്കാരിന് യാതൊരു അധികാരങ്ങളും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എന്തിനാണ് പിന്നെ ഈ ദേവസ്വം വകുപ്പ്, എന്തിനാണ് പിന്നെ ഈ ദേവസ്വം മന്ത്രി? നോക്കൂ പ്രിയപ്പെട്ടവരെ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിലവിൽ വരുന്നത് 1950-ലാണ്. അത് തിരുവിതാംകൂർ രാജവംശവും കേന്ദ്ര സർക്കാരും തമ്മിലുണ്ടാക്കിയ ഒരു ഉടമ്പടി പ്രകാരമാണ്. 1956-ലാണ് കേരളം ഉണ്ടാകുന്നത്. അതിനും 6 വർഷങ്ങൾക്ക് മുമ്പ് 1950-ൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. ആ ദേവസ്വം ബോർഡിലെ ഈ പറയുന്ന മെമ്പർമാരെ, നോമിനികളെ ഒക്കെ തീരുമാനിച്ചിരുന്നത് തിരുവിതാംകൂർ രാജവംശമാണ്. പ്രിവി പേഴ്സ് നിർത്തലാക്കിയതിനു ശേഷമാണ് അധികാരം സംസ്ഥാന സർക്കാരിന് ലഭിക്കുന്നത്. അപ്പോഴും സംസ്ഥാന സർക്കാരിന്റെ അധികാരം എന്ന് പറയുന്നത് പ്രസിഡന്റിനെയും അതുപോലെ തന്നെ 2 അംഗങ്ങളെയും തീരുമാനിക്കാമെന്നുള്ളത് മാത്രമാണ്. ദേവസ്വം ബോർഡിന്റെ മറ്റൊരു കാര്യത്തിലും സർക്കാരിന് ഇടപെടാൻ കഴിയില്ല. നിയമനാധികാരം പോലും സംസ്ഥാന സർക്കാരിനില്ല. അപ്പൊ സംസ്ഥാന സർക്കാരിന് അല്ലെങ്കിൽ തന്നെ ഈ വിഷയത്തിൽ കൈകഴുകാവുന്ന ഒട്ടേറെ പഴുതുകളുണ്ട്. അപ്പോഴാണ് നോക്കൂ ദേവസ്വം വിജിലൻസിന്റെ ഈ കണ്ടെത്തൽ എന്ന് പറയുന്നത്. ദേവസ്വം ബോർഡ് ഇത്തരത്തിലൊരു തീരുമാനം എടുത്തിട്ടില്ല, അതുകൊണ്ട് ദേവസ്വം ബോർഡിന് ഇക്കാര്യത്തിൽ ഉത്തരവാദിത്വമില്ല. ദേവസ്വം ബോർഡിന് ഇക്കാര്യത്തിൽ ഉത്തരവാദിത്വമില്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന് ഒട്ടും ഉത്തരവാദിത്വമില്ല. അങ്ങനെ വരുമ്പോൾ 6 ആഴ്ചയ്ക്ക് ശേഷം വരാനിരിക്കുന്ന അന്വേഷണ റിപ്പോർട്ട് എന്താണെന്ന് ഇപ്പോൾ തന്നെ നമുക്ക് പറയാൻ കഴിയും. അത് ഉദ്യോഗസ്ഥന്മാരാണ് ഈ വീഴ്ച വരുത്തിയിരിക്കുന്നത്, ഉദ്യോഗസ്ഥ തലത്തിലാണ് ഈ ഗൂഢാലോചന നടന്നിരിക്കുന്നത് എന്നായിരിക്കും കണ്ടെത്തൽ. അതിന്റെ പേരിൽ 4-5 ഉദ്യോഗസ്ഥർക്കെതിരായിട്ട് ശിക്ഷാ നടപടികളും പ്രഖ്യാപിക്കും. പക്ഷേ അവിടെയൊന്നും ഈ വിവാദം അവസാനിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നോക്കൂ, ഈ പ്രശ്നം കോൺഗ്രസിന് തിരിച്ചടിയാകാൻ പോവുകയാണ്, പ്രതിപക്ഷത്തിന് തിരിച്ചടിയാകാൻ പോവുകയാണ്. അതിന്റെ സൂചനകൾ ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ നൽകിക്കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം എന്താണ് പറഞ്ഞത്? കോടതിയും സംസ്ഥാന സർക്കാരും ഒരു പക്ഷത്താണ് നിലയുറപ്പിച്ചിരിക്കുന്നത്. ഇവിടെ കുറ്റക്കാരെ കണ്ടെത്തുക എന്നുള്ളതാണ് രണ്ടുപേരുടെയും ലക്ഷ്യം. ആരെയും ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ അനുവദിക്കുന്നില്ല എന്ന് പിണറായി വിജയൻ പറയുന്നു. അതോടൊപ്പം അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞു, ഈ വിവാദം നമ്മുടെയൊക്കെ ശ്രദ്ധയിൽ വന്നതെന്നാണ്. അതിന് കൃത്യമായൊരു തീയതി ഉണ്ടല്ലോ. ആ തീയതി എന്ന് പറയുന്നത് സെപ്റ്റംബർ 17-ാം തീയതിയാണ്. എന്താണ് സെപ്റ്റംബർ 17-ാം തീയതി ഒരു പ്രത്യേകത? സെപ്റ്റംബർ 17-ാം തീയതിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി മാധ്യമങ്ങളെ കണ്ടിട്ട് ശബരിമലയിൽ ഒരു പീഠം നഷ്ടമായിട്ടുണ്ട് എന്ന് പറയുന്നത്. സെപ്റ്റംബർ 17-ാം തീയതി കഴിഞ്ഞ് 3 ദിവസം കൂടി കഴിയുമ്പോൾ പമ്പയിൽ അയ്യപ്പ സംഗമം നടക്കാനിരിക്കുകയാണ്. ആ അയ്യപ്പ സംഗമം നടക്കാനിരിക്കുന്നതിന് 3 ദിവസം മുമ്പാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു വിവാദ പ്രസ്താവന മാധ്യമങ്ങളിലൂടെ പറയുന്നത് ശബരിമലയിൽ പീഠം കാണാനില്ല എന്ന്. അന്ന് ഒരു അന്വേഷണം നടന്നല്ലോ. ആ അന്വേഷണം എവിടെയാണ് അവസാനിച്ചത്? ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധുവിന്റെ വീട്ടിൽ നിന്നാണ് ആ പീഠം കണ്ടെത്തുന്നത്. അപ്പോൾ പിന്നെ ഈ വിവാദം ഉണ്ടാക്കിയതിന്റെ ലക്ഷ്യം എന്തായിരുന്നു? അത് പിണറായി വിജയൻ തന്നെ വിശദീകരിച്ചു. നോക്കൂ, അയ്യപ്പ സംഗമത്തെ അട്ടിമറിക്കാൻ ഒരു ഗൂഢാലോചന നടന്നിരിക്കുന്നു. ഈ അയ്യപ്പ സംഗമം എന്തിനാണ് നടത്തിയത്? ശബരിമലയുടെ നവീകരണത്തിനാണ്. ശബരിമലയിലേക്ക് വരുന്ന ഭക്തന്മാർക്ക് വേണ്ടിയിട്ട് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആലോചന നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് അയ്യപ്പ സംഗമം നടത്തിയത്. ആ അയ്യപ്പ സംഗമത്തെ അട്ടിമറിക്കാൻ വേണ്ടി ഒരു ഗൂഢാലോചന നടന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ രംഗത്തിറക്കി ആരൊക്കെയോ കളിച്ചിരിക്കുന്നതെന്ന് പിണറായി വിജയൻ പറയുന്നു. അതൊരു സൂചനയാണല്ലോ. ആരാണ് അയ്യപ്പ സംഗമത്തിനെതിരായിട്ട് നിലപാടെടുത്തത്? ആരാണ് അയ്യപ്പ സംഗമത്തിനെതിരായിട്ട് പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചത്? അപ്പൊ അവരെ വീണ്ടും അപകടത്തിലാക്കുക എന്നൊരു രാഷ്ട്രീയ തന്ത്രമാണ് ഇപ്പോൾ LDF-ഉം CPM-ഉം സംസ്ഥാന സർക്കാരും ഒക്കെ മെനഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ VN വാസവൻ ദേവസ്വം മന്ത്രിയും അതേ പ്രസ്താവന തന്നെയാണ് ആവർത്തിച്ചിരിക്കുന്നത്. അദ്ദേഹം പറയുന്നു, സംസ്ഥാന സർക്കാരും കോടതിയും ഒരു പക്ഷത്ത് നിലയെടുത്തിരിക്കുകയാണ്. ഞങ്ങളിതാ ഈ പറയുന്ന എല്ലാ കുറ്റക്കാരെയും കണ്ടെത്താൻ പോവുകയാണ്. ഈ അന്വേഷണങ്ങളിൽ ഒന്നും തന്നെ സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തുന്ന ഒന്നും കണ്ടെത്തിയിട്ടില്ലല്ലോ, സംസ്ഥാന സർക്കാരിന് എതിരായ ഒന്നും കണ്ടെത്തിയിട്ടില്ലല്ലോ, എന്തിനേറെ ദേവസ്വം ബോർഡിനെതിരായിട്ടൊന്നും കണ്ടെത്തിയിട്ടില്ലല്ലോ എന്നാണ് VN വാസവൻ പറഞ്ഞത്. അപ്പോൾ ഉദ്യോഗസ്ഥ തലത്തിലാണ് ഈ അഴിമതി നടന്നിരിക്കുന്നത്, ഈ കൊള്ള നടന്നിരിക്കുന്നത് എന്ന് തന്നെ ദേവസ്വം മന്ത്രിയും സ്ഥിരീകരിക്കുന്നു. അത് മാത്രവുമല്ല, VN വാസവൻ വളരെ സന്തോഷത്തോടുകൂടി പറഞ്ഞൊരു കാര്യം, ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിൽ സംസ്ഥാന സർക്കാരിന് ഒരു പങ്കുമില്ല. അത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഒരു അന്വേഷണമാണ്. ഇന്നെന്താ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്?
പറയുന്നത് അന്വേഷണത്തിന്റെ റിപ്പോർട്ട് മുദ്രവെച്ച കവറിൽ ഹൈക്കോടതിയെ തന്നെ അറിയിക്കണം, മറ്റാരെയും അറിയിക്കാൻ പാടില്ല എന്നാണ്. പ്രതിപക്ഷ നേതാവ് ഉടൻ തന്നെ ഇറങ്ങി നിന്ന് ആ പ്രസ്താവത്തെ സ്വാഗതം ചെയ്തിട്ടുമുണ്ട്. കാരണം ഈ ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ടാണ് അന്വേഷണം നടന്നിരുന്നതെങ്കിൽ സംസ്ഥാന സർക്കാർ രാഷ്ട്രീയമായി അതിൽ ഇടപെടും. അതുകൊണ്ട് ഏതായാലും ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഈ അന്വേഷണം നടക്കുന്നത് നല്ലതാണ് എന്നാണ് പ്രതിപക്ഷം പറഞ്ഞത്. അത് തന്നെയാണ് ഇന്ന് VN വാസവനും പറഞ്ഞത്. നോക്കൂ, ഞങ്ങൾക്ക് ഈ പറയുന്ന അന്വേഷണത്തിൽ യാതൊരു ഉത്തരവാദിത്വമില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് കൈകടത്താൻ കഴിയില്ല, അതുകൊണ്ട് അത്തരമൊരു ആരോപണമായിട്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ മുമ്പിലേക്ക് വരാനും കഴിയില്ല. ഈ രീതിയിൽ നല്ലൊരു പ്രതിരോധം ഇന്ന് സംസ്ഥാന സർക്കാർ തീർത്തു കഴിഞ്ഞിട്ടുണ്ട്. എന്ന് മാത്രവുമല്ല, കോൺഗ്രസിനെതിരായിട്ട് പ്രതിപക്ഷത്തിനെതിരായിട്ട് അണിയറയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയൊരു രാഷ്ട്രീയ ആയുധത്തിന് മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് LDF. അതുപോലെ തന്നെ മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് CPM. ഈ പറയുന്ന 6 ആഴ്ചയ്ക്ക് ശേഷം റിപ്പോർട്ട് വരും. ആ റിപ്പോർട്ടിൽ ഉദ്യോഗസ്ഥ തലത്തിലാണ് വീഴ്ച എന്ന് കണ്ടെത്തും. അങ്ങനെ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥരെ ശിക്ഷിക്കും. എന്നാൽ ദേവസ്വം ബോർഡ് ഇക്കാര്യത്തിൽ പ്രതിപട്ടികയിൽ വരില്ല. ദേവസ്വം ബോർഡിന് ഇക്കാര്യത്തിൽ ഒരു വീഴ്ചയും വന്നതായി കണ്ടെത്തപ്പെടുകയില്ല. ദേവസ്വം ബോർഡിന് വീഴ്ച വന്നിട്ടില്ല എങ്കിൽ സംസ്ഥാന സർക്കാരിനെയും കുറ്റപ്പെടുത്താൻ കഴിയില്ല. അതോടൊരു സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും ഈ അന്വേഷണത്തിൽ നിന്ന് രക്ഷപ്പെടും. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ 6 ആഴ്ചയ്ക്ക് ശേഷം അയ്യപ്പ സംഗമത്തെ അട്ടിമറിക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാരിനെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെയും അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമം പ്രതിപക്ഷം നടത്തി, കോൺഗ്രസ് നടത്തി എന്നൊരു രാഷ്ട്രീയ ആരോപണവുമായി CPM രംഗപ്രവേശം ചെയ്യും. 2020 സമാനമായ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടല്ലോ. ഒരു വലിയ സ്വർണ്ണക്കടത്ത് വിവാദം ഈ കേരളത്തെ ഞെട്ടിച്ചതാണല്ലോ. അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്തല്ലോ പോലീസ്, ജയിൽവാസം അനുഭവിച്ചല്ലോ. പക്ഷെ അതൊന്നും കേരളം ചർച്ച ചെയ്തില്ലല്ലോ. കേരളം ചർച്ച ചെയ്തത് ഈ പറയുന്ന ബിരിയാണി ചെമ്പിലെ സ്വർണ്ണക്കടത്തും അതുപോലെ തന്നെ ഖുറാനിൽ ഈന്തപ്പഴം വെച്ച് സ്വർണ്ണം കടത്തിയതുമൊക്കെ ആയിരുന്നല്ലോ. അങ്ങനെ ആ സ്വർണ്ണക്കടത്ത് വിവാദം അപഹാസ്യമായി പോവുകയാണല്ലോ ചെയ്തത്. അതേ വിധി തന്നെയാണ് ഒരു പക്ഷേ ഈ പറയുന്ന ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദത്തിലും കാത്തിരിക്കുന്നത്. നോക്കൂ, 6 ആഴ്ചയ്ക്ക് ശേഷം അന്വേഷണ റിപ്പോർട്ട് വരികയും ഉദ്യോഗസ്ഥ തലത്തിൽ മാത്രമാണ് വീഴ്ച സംഭവിക്കുകയും ചെയ്തിട്ടുള്ളതെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്ന രാഷ്ട്രീയ ആയുധമുണ്ടല്ലോ, ഈ അയ്യപ്പ സംഗമത്തെ അട്ടിമറിക്കാൻ, ശബരിമലയുടെ വികസനത്തെ അട്ടിമറിക്കാൻ ഇവിടെ പ്രതിപക്ഷവും കോൺഗ്രസും ശ്രമിച്ചു എന്ന് പറയുന്ന രാഷ്ട്രീയ ആയുധം അതിശക്തമായി കോൺഗ്രസിനെതിരെ പ്രയോഗിക്കപ്പെടും, അതിശക്തമായി പ്രതിപക്ഷത്തിനെതിരെ പ്രയോഗിക്കപ്പെടും. അതിനുള്ള നീക്കങ്ങളാണ് ഇന്നു മുതൽ ആരംഭിച്ചിരിക്കുന്നത്. അതിന്റെ തുടക്കമാണ് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസ്താവന, ഇന്ന് ദേവസ്വം മന്ത്രി VN വാസവൻ നടത്തിയ പ്രസ്താവന. അതുകൊണ്ട് പ്രിയപ്പെട്ട കോൺഗ്രസുകാരെ, പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാക്കളെ, തയ്യാറായിരുന്നുകൊള്ളൂ, ജാഗ്രതയോടുകൂടി ഇരുന്നുകൊള്ളൂ. നിങ്ങൾക്കെതിരായി ഒരു വലിയ അസ്ത്രം പ്രയോഗിക്കപ്പെടാൻ പോകുന്നു. അത് ശബരിമലയിൽ നിങ്ങൾക്ക് തിരിച്ചടിയാകാൻ പോകുന്നു.